ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ബട്ടർ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ബട്ടർ ഗാർലിക് ചിക്കനാണ്. ഇത് ഡ്രൈ ആയിട്ടും ചെയ്യാം, ഇതുപോലെ ക്രീമി ആയിട്ടും ചെയ്യാം. എങ്ങനെ ചെയ്തെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ആഡ് ചെയ്ത് കംപ്ലീറ്റ് എല്ലായിടത്തും കോട്ടാകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഒരു പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും, അല്ലെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ആയി പോകും. നല്ല സോഫ്റ്റായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാ പീസസും ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഫ്രൈ ആയതിന് ശേഷം മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ചിക്കൻ ഫ്രൈ ആയി വന്നതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റാം. ചിക്കനൊക്കെ കോരി മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൈ വിടാണ്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മൈദയുടെ നിറം മാറി വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ തിളച്ച വെള്ളമായാലും മതിയാകും. അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഒറിഗാനോവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിക്കായി വന്നതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് കുക്കായി തിക്കായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റായിട്ട് പാഴ്സൽ ലീഫും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് വെക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.